കണക്കുകൾ സാക്ഷ്യമാകുമ്പോഴും കേരളത്തിൽ മത്സരം എൽ.ഡി.എഫും ബി.ജെ.പിയും ആണെന്ന് ഇ.പി. ജയൻ സാക്ഷ്യപ്പെടുന്ന സംഘപരിവാർ കേന്ദ്രങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ചെറുതായിട്ടല്ല. ഇപ്പോൾ ജനം ടി.വി ഒക്കെ വലിയ തലക്കെട്ടാണ്. അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വസ്തുതാവിരുദ്ധമാണെങ്കിലും ഇ.പി. പറയുന്നത് നിങ്ങളെ വല്ലാതെ ആനന്ദിപ്പിക്കുന്നുണ്ടോ ശ്രീ യുവരാജ് ഗോകുൽ? ഇ.പി. അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതായിട്ടാണ് ഹാഷ്മി എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരം പാർലമെന്റിൽ കഴിഞ്ഞ 2 പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലായിട്ട് ഇടതുപക്ഷം 3ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യുന്നത്. അതും ചെറിയ ഡിഫറൻസിനൊന്നും അല്ല. 50,000-ലധികം വോട്ടുകൾക്ക്, 1,00,000 വോട്ടുകൾക്ക് അധികം പിറകിലേക്കാണ് ഇടതുപക്ഷം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലായിട്ട് ബി.ജെ.പിക്ക് പുറകിൽ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന പാർലമെന്റിൽ തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് നിയമസഭയിലും CPM 3ാം സ്ഥാനത്താണ്, ബി.ജെ.പിക്ക് പുറകിലാണ്. അപ്പോൾ ബി.ജെ.പിയുടെ ശക്തിയെ അങ്ങനെ കുറച്ച് കണ്ടിട്ടൊന്നും അല്ലല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഒരൊറ്റ കയ്യിരുന്ന സീറ്റും കളഞ്ഞ് 7-8 സ്ഥലങ്ങളിൽ രണ്ടാമതായി നിങ്ങളാണ് പറയുന്നത് അല്ലേ ബി.ജെ.പിക്ക് ഇവിടെ വലിയ ശക്തിയുണ്ട്? യുവരാജ് ഗോകുൽ ഇ.പി. എന്തോ പറഞ്ഞതാണ്, അതിന് കണക്കിന് അടിസ്ഥാന ബലമൊന്നുമില്ല. അല്ല, നമുക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിന്റെ ബലത്തിലൊക്കെ തന്നെ സംസാരിക്കാം ഹാഷ്മി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നും ഇല്ല. നമുക്ക് സംസാരിക്കാമല്ലോ. നമ്മുടെ അകത്ത് തർക്കമല്ലല്ലോ, നമ്മൾ സംവാദമല്ല, നമുക്ക് സംസാരിക്കാമല്ലോ. ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 2014-ലാവട്ടെ 2019-ലാവട്ടെ ഒരു പാർലമെന്റ് സീറ്റ് ജയിക്കുമെന്നുള്ള തലത്തിലേക്കായിരുന്നു എപ്പോഴും മത്സരം നടന്നുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം പാർലമെന്റിലേക്ക് മാത്രം ചുരുങ്ങിയിട്ടായിരുന്നു. അത് ഒരുപക്ഷെ നമുക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു തവണ വളരെ ചെറിയ വോട്ടിന് 2ാം സ്ഥാനത്ത് വന്നു. കഴിഞ്ഞ തവണ ഒരല്പം വലിയ മാർജിനിലായിരുന്നെങ്കിൽ 2ാം സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ അത് മാറിയിട്ട് 3-4 സീറ്റുകൾ എന്നുള്ള നിലയിലേക്ക് പല സർവേകളും തന്നെ പറയുന്നുണ്ട്. 3 സീറ്റുകൾ വരെ പറഞ്ഞ സർവേകളുണ്ട്. അപ്പോൾ കേരളത്തിൽ ബി.ജെ.പിയുടെ ശക്തി വളരുകയാണോ തളരുകയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പി രാഷ്ട്രീയമായും ബി.ജെ.പി ബൂത്ത് തലത്തിലും ബി.ജെ.പി മറ്റെല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ ചർച്ചകളും എടുത്തു നോക്കിക്കോളൂ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ടെക്നിക്കലി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയെ മാറ്റി നിർത്തിയിട്ട് ചർച്ച നടത്തുക എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അസംഭവ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 15-20% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് ശക്തിയില്ലാത്ത ഒരു പാർട്ടി എന്നോ അല്ലെങ്കിൽ പ്രസക്തമല്ലാത്ത ഒരു പാർട്ടി എന്നോ പറയുന്നത്? ആ പാർട്ടിക്ക് അതിൻ്റെതായ രാഷ്ട്രീയ പ്രസക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് പല മണ്ഡലങ്ങളിലും 30% വോട്ട് കിട്ടുന്ന 28%, 25% വോട്ട് കിട്ടിയ പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് കാശ്മീർ. ഇതൊക്കെ പറയുമ്പോൾ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഏതോ പ്രധാനപ്പെട്ട ഹെവി വെയ്റ്റ്സ് ഒക്കെ വരുന്നു എന്ന രീതിയിൽ വലിയ ഹൈപ്പ്. കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം അത് പറയുന്നു. ലാസ്റ്റ് വരുന്നതാരാണ്? പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്. ഇവർക്ക് അതാണോ ബി.ജെ.പിക്ക് കിട്ടാവുന്ന ഹെവി വെയ്റ്റ്സ്? ഇപ്പോഴും താങ്കൾ ഈ പറയുന്ന വലിയ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ പാർട്ടിക്ക് നേതാക്കളാണോ? അല്ല, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണോ അല്ലയോ എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരോട് തന്നെ ചോദിക്കുക. അവർ പറയട്ടെ ഇത്രയും കാലം ഇവരൊന്നും പ്രസക്തരായ നേതാക്കളായിരുന്നില്ല എന്ന്. DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആള് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ആളാണ് എന്നാണോ ഹാഷ്മി പറഞ്ഞു വരുന്നത്? രാഷ്ട്രീയമായിട്ട് സതീഷ് എന്ന് പറയുന്ന ആളെയൊക്കെ പ്രവർത്തിക്കുന്ന സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം പോലും പ്രസക്തനാണ്. പക്ഷേ ബി.ജെ.പി പോലെ ഇത്ര വലിയ അധികാരമുള്ള, ഇത്ര വലിയ സമ്പത്തുള്ള പാർട്ടിക്ക് പരമാവധി സമാഹരിക്കാൻ കഴിയുന്ന പേരാണ് തമ്പാനൂർ സതീഷ് അല്ലേ? തമ്പാനൂർ സതീഷ് മുതൽ പത്മിനി തോമസ് മുതൽ പത്മജ വേണുഗോപാൽ മുതൽ അനിൽ കെ ആന്റണി മുതൽ സി രഘുനാഥ് വരെ ഹെവി വെയ്റ്റുകളായിട്ടുള്ള ഒരുപാട് പേരുകളും വളരെ സാധാരണക്കാരായ പ്രവർത്തകരും പല പാർട്ടികളുടെയും വോട്ടേഴ്സും ഒക്കെ നമ്മളിലേക്ക് കാലങ്ങളായിട്ട് സ്വിച്ച് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ 2009-ലെയോ 2004-ലെയോ ഒക്കെ തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഇത്രയും വോട്ട് കിട്ടുന്നുണ്ടായിരുന്നോ? ഈ വോട്ടേഴ്സ് ആരും പുറത്തുനിന്ന് വന്ന ആൾക്ക് തമിഴ്നാട്ടിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ കൊണ്ട് ഇറക്കുമതി ചെയ്ത വോട്ടേഴ്സ് ഒന്നും അല്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന വോട്ടേഴ്സ് തന്നെയല്ലേ അവരെന്നല്ലേ സ്വിച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ വോട്ടേഴ്സ് മുതൽ ബൂത്ത് തലത്തിലുള്ള വർക്കേഴ്സ് മുതൽ മണ്ഡലം തലത്തിലുള്ളവർ മുതൽ അങ്ങ് പാർലമെന്റ് തലത്തിൽ സംസ്ഥാന തലത്തിലുള്ളവർ വരെ നമ്മളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ രാമൻ നായർ, അദ്ദേഹം എന്താ ചെറിയ ആളായിരുന്നോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? നമ്മുടെ PSCയുടെ ചെയർമാൻ ആയിരുന്ന രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹം എന്താ ചെറിയ പേരാണോ ഹാഷ്മി? രാധാകൃഷ്ണൻ സാറിന്റെയൊക്കെ പേരെന്താ ചെറിയ പേരാണോ? എവിടെയാണിപ്പോ ജേക്കബ് തോമസ്? എവിടെയാണിപ്പോ അൽഫോൺസ് കണ്ണന്താനം? എവിടെയാണിപ്പോ? ഒരു വലിയ തന്നെ ഉണ്ടല്ലോ. അല്ല, ബി.ജെ.പി നിൽക്കുകയല്ലേ ആ പാവം ജേക്കബ് തോമസ്? പച്ചക്കാടും മഞ്ഞക്കാടും പാവം ജേക്കബ് തോമസ് ഒക്കെ എവിടെയാണിപ്പോ? കാണാനോ ഇല്ല, കേൾക്കാനോ ഇല്ല. ബി.ജെ.പി പരിപാടികൾ പറഞ്ഞോ ഞങ്ങൾ തമോഗർത്തത്തിലാണെന്ന്? എങ്ങനെ കേട്ടില്ല? അല്ല ഹാഷ്മി, അവരാരെങ്കിലും വന്ന് പറഞ്ഞോ ഞങ്ങൾ തമോഗർത്തത്തിലാണെന്ന്? അവരാരെങ്കിലും വന്ന് പറഞ്ഞോ? ജേക്കബ് തോമസ് കാണാനില്ല, സാറ്റിസ്ഫൈഡ് അല്ല എന്ന് അവരാരെങ്കിലും വന്ന് പറഞ്ഞോ? ജേക്കബ് തോമസ് എവിടെയാണ്? നിങ്ങൾ കാണാത്തതുകൊണ്ടല്ലേ? അദ്ദേഹം ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അദ്ദേഹം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം
നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അല്ല, ഈ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ മാത്രമാണോ? ഇല്ലെന്നേ, ഏതെങ്കിലും പാർട്ടി പരിപാടി കാണണ്ടേ? കാണുക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ മാത്രമാണോ? ഏതെങ്കിലും പാർട്ടി പരിപാടി കാണണ്ടേ? അദ്ദേഹം ഞങ്ങളുടെ ഒരുപാട് വേദികളിൽ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ജേക്കബ് തോമസോ ഒരു വേദി പറയാവോ? ഒരുപാട് പേര് യുവരാജ് ഗോകുൽ ഒറ്റ വേദി പറയാവോ? ജേക്കബ് തോമസ് വേദിയായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അദ്ദേഹത്തിനെ ഞാൻ വേദികളിൽ കണ്ടിരിക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു വേദി, ഒരു വേദിയുടെ ജേക്കബ് തോമസ് പങ്കെടുത്ത ഒരൊറ്റ വേദി പറയാമോ? ഈ അടുത്ത കാലത്ത് ജേക്കബ് തോമസ് പങ്കെടുത്ത ഒരൊറ്റ വേദി പറയാമോ? ഒരു വേദി ചോദിക്കുന്നുള്ളൂ ഞാൻ. അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ തന്നെ ഞാൻ പങ്കെടുത്തതാണ്. ഇപ്പൊ BJPയുടെ വേദിയിൽ തന്നെ വരിക എന്ന് പറയുന്നതാണോ? അല്ലല്ലോ. ഇപ്പൊ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ബാലഗോകുലമുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്, ഭാരതീയ വിചാര കേന്ദ്രമുണ്ട്. അങ്ങനെ വേദികൾ ഒരുപാടുണ്ടെന്നേ. ഒരുപക്ഷെ മാധ്യമങ്ങൾ അങ്ങനെ വലിയ പ്രാധാന്യങ്ങളൊന്നും ചിലപ്പോൾ അതുപോലുള്ള വേദികൾക്ക്, നിങ്ങൾ പൂക്കാസ പോലുള്ള വേദികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാകും. ഇവരെല്ലാവരും അകത്തുള്ളത് DGP ജേക്കബ് തോമസിനെ എടുത്തത് ബാലഗോകുലത്തിലേക്കല്ലല്ലോ. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ ഞങ്ങളിലേക്ക് ഒരാൾ വരുന്നത് ഹാഷ്മി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ ദല്ലാളുമാരെയും ബ്രോക്കർമാരെ ഇറക്കിയിട്ടല്ല ആളെ കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് ആൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആശയധാരയിലേക്ക് അല്ലെങ്കിൽ ഒരു ചിന്താധാരയിലേക്ക് വരുന്നു എന്നാണ്. ആ ചിന്താധാര എന്ന് പറയുന്നത് ബാലഗോകുലവും ഹിന്ദു ഐക്യവേദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘവും എല്ലാം ഉൾപ്പെടുന്ന ഒരു ചിന്താധാരയാണ്. അതിൻ്റെ അകത്ത് സംസാരിക്കേണ്ടടുത്ത്, പ്രവർത്തിക്കേണ്ടടുത്ത് വരാൻ താല്പര്യമുള്ള എല്ലാവരും വരുന്നുണ്ട്. അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ആ മേഖലയിൽ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ധാര മുൻപോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ ഈ പറയുന്ന കൊടുത്ത ഷുവർ ഷോട്ട് സീറ്റുകളിലൊക്കെ തോറ്റ ആളാണെന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ കിട്ടിയ പ്രൈസ് ക്യാച്ച് ആണ്. അതൊരു തർക്കമില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം.